അവിടെ നിലമ്പൂർ പോത്തുകൽ മുണ്ടേരിയിൽ തെരച്ചിൽ ഇപ്പോൾ നടക്കുക. അവിടെ സമീർ ബിൻഗിരിയും ചേരുന്നുണ്ട്. സമീർ, ഇന്നലെ നമ്മൾ ആ വാണിയമ്പുഴയിൽ കണ്ടത് വലിയ ചങ്ങാടത്തിൽ തുഴയുന്നതായിരുന്നു. ഇന്നിപ്പോൾ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ചാലിയാർ പുഴയിലെ തിരച്ചിൽ? ഹാഷ്മി SKR, നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് ചാലിയാർ പുഴയുടെ മുണ്ടേരി തീരത്താണ്. നിലവിൽ രക്ഷാപ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തകർ കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സേന, പ്രത്യേകിച്ച് NDRF, പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകൾക്ക് എത്താൻ വേണ്ടി നിലവിൽ രക്ഷാപ്രവർത്തകർ അവരെ കാത്തിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരാണ് നിലവിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം പലരും കഴിഞ്ഞ ദിവസം വളരെ വൈകിയൊക്കെയാണ് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വയനാട്ടിൽ നിന്നും ഉരുൾപൊട്ടൽ ഒലിച്ചു വന്ന ഒരു പലകയാണിത്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ജനലിൻ്റെയോ അല്ലെങ്കിൽ വാതിലിൻ്റെയോ ഒക്കെ തന്നെ പാളിയാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് മൃതദേഹത്തോടൊപ്പം ഇത്രയും വീടിൻ്റെ അവശിഷ്ടങ്ങളുമെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചാലിയാർ പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. ഏതായാലും വെള്ളം വലിയ തോതിലില്ലെങ്കിൽ പോലും നല്ല അടിയൊഴുക്കും എല്ലാം തന്നെ ഉള്ളതാണ് ഈ ചാലിയാർ പുഴ എന്നുള്ളത്. ഈ പുഴ മുറിച്ച് അങ്ങോട്ട് കടന്നതിന് ശേഷം ആ വനത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇന്നും പ്രധാനമായും തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വടം കെട്ടി പുഴയിലൂടെ നീന്തും നടന്നുമെല്ലാം തന്നെ അങ്ങോട്ടേക്ക് കയറിയത് എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായും ഹെലികോപ്റ്ററിലൂടെയും സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ സേന, പ്രത്യേകിച്ച് സേനയെ ആ വനത്തിൽ കൊണ്ടുപോയി ഇറക്കി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ ചങ്ങാടം കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. അവിടെ നിന്നും ഈ പുഴയുടെ അക്കരെ നിന്നും കണ്ടെത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇന്നലെ നമ്മൾ കണ്ടത് ഈ സന്നദ്ധ പ്രവർത്തകരെയും സംഘടനാ പ്രവർത്തകരെയും അവിടുത്തെ ആൾക്കാരെ മാത്രമാണ്, ചങ്ങാടങ്ങൾ മാത്രമാണ്. ഡിങ്കി ബോട്ടുകളൊക്കെ ഇറക്കേണ്ട സമയമായില്ലേ? കുറച്ചുകൂടി ആർമി ഉദ്യോഗസ്ഥരൊക്കെ ഇറങ്ങി കുറച്ചുകൂടി എഫക്റ്റീവ് പരിശോധന നടത്തേണ്ട സമയമായില്ലേ സമീർ അവിടെ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ബോട്ടെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിന്റെ ബോട്ട് കേടായ ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ചെങ്ങാടങ്ങളിലും എല്ലാം തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഈ വനത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുഴയെല്ലാം തന്നെ നീന്തി കടന്ന സന്നദ്ധ പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പുഴ നടന്നും പിന്നെ വടം ഉപയോഗിച്ചൊക്കെ മുറിച്ച് കടക്കുന്നത്. അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള തിരച്ചിൽ തന്നെയായിരിക്കും അല്ലെ പ്രധാനമായും നടക്കുക? ഇപ്പോൾ തന്നെ മുറിച്ച് കടക്കുകയെല്ലാം ഉദ്യോഗസ്ഥന്മാരെ എത്തുന്നുള്ളൂ. അവർ വന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അക്കരെ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തെ മാതിരിയല്ല, ഇന്ന് ഒന്നുകൂടി വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ സുഖമായിരിക്കും പോകാനെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഇതിലെ ചങ്ങാടൊക്കെ ഒലിച്ചു പോയ രംഗങ്ങളൊക്കെ എല്ലാ ചാനലിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഭയങ്കര റിസ്ക് ആയിരുന്നു ഇന്നലെയൊക്കെയുള്ള കാര്യങ്ങൾ. ബോട്ടിറക്കാൻ പറ്റാത്തതുകൊണ്ട് ചങ്ങാടം മാത്രമേ നമുക്കിതിൽ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതും റിസ്ക്കാണ് സംഭവം. ഈ ഫയർഫോഴ്സിന്റെ ഒക്കെ തന്നെ ബോട്ട് ഇതിലൂടെ അങ്ങോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഫയർഫോഴ്സിന്റെ മെഷീൻ ഉപയോഗിച്ച് ഇതിൽ പോകാൻ കഴിയില്ല. കാരണം വലിയ പാറക്കല്ലുകൾ ഉള്ളതുകൊണ്ട് അവരുടെ മെഷീൻ കംപ്ലൈൻ്റ് ആകുകയാണ്. അതുകൊണ്ടാണ് അവർ ബോട്ടിറക്കാത്തത്. അപ്പോൾ ഈ ചങ്ങാടം മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്രയം. നിങ്ങൾ ഇന്നലെ വനത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയ ഒരാൾ കൂടിയാണല്ലോ. അപ്പോൾ ഇന്നലെ ഈ വനത്തിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കിട്ടാൻ ഒരു സാധ്യത നിലവിലുണ്ടോ? നിങ്ങൾ കണ്ട ഒരാൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വെള്ളം കുറയുമ്പോൾ ഈ മണലിലൊക്കെ പൂന്തി കിടക്കുന്ന ബോഡികളാണുള്ളത്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നമ്മൾ തീർത്തും പരമാവധി നമ്മൾ എല്ലാം അരിച്ച് പെറുക്കിയിട്ടുണ്ട്. ഇതുവരെ ഉള്ളതിലില്ല. ഇനി വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളം കുറഞ്ഞ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കിനി ഇപ്പോൾ പറയാൻ കഴിയില്ല. നിലവിൽ ഈ ചങ്ങാടത്തിലൂടെ കൊണ്ടുവരുമ്പോൾ ഭയങ്കരമായിട്ട് ഒലിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. നിലവിൽ ഇന്നത്തെ ഒഴുക്കും അതിൻ്റെ ഒരു സാധ്യതയും എങ്ങനെയാണ്? ഇന്ന് ഒഴുക്ക് വെള്ളം കുറവായതുകൊണ്ട് ഇന്ന് വലിയ റിസ്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് ഉള്ളൊരു നിഗമനം. ഏതായാലും അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ബോട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ അവരുടെ ഈ ബോട്ടിന്റെ മെഷീൻ കേടായി ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൂടി കണക്കിലെടുത്താണ് നിലവിൽ അത്തരത്തിലുള്ള ബോട്ടുകൾ നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് ഇങ്ങോട്ടേക്ക് എത്താത്തത്. പകരം ചങ്ങാടം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നമ്മോട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ സംഘവും കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ തെരച്ചിൽ നടക്കുകയാണ്. അവർ ഈ പ്രദേശവാസികളാണ്. അവർക്ക് കൃത്യമായി ഈ പുഴയുടെ ആഴമുള്ള ഭാഗം എവിടെയാണ്, പുഴയിൽ എപ്പോൾ ഒഴുക്ക് വർദ്ധിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ തമിഴ്നാട് നീലഗിരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മഴ പെയ്താൽ ഇവിടെ വെള്ളം ഉയരും. അതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ കൃത്യമായി പുഴയുടെ സ്വഭാവം എങ്ങനെയൊക്കെ വെള്ളം ഉയരും എന്നുള്ള കൃത്യമായി ധാരണയുള്ള രക്ഷാപ്രവർത്തകരാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കൂടി സഹായത്തിൽ, ഇവരുടെ കൂടി കരുത്തിൽ സേനയും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നത്.
SK ഹാഷ്മി. നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്. ഈ അഹമ്മദുൽ കബീർ പറയുന്നത് SK വാട്ട് ഈസ് യുവർ 24 കണക്ട് പ്ലാൻ ഫോർ വയനാട് ലാൻഡ് സ്ലൈഡ് എന്ന് ചോദിക്കുന്നു. വയനാട്ടിലെ കാര്യത്തിൽ ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കും. 24 കണക്ട് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം അന്തിമമായി ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കും. കാര്യം തീർച്ചയായിട്ടും ഈ മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായ ഈ വലിയ ദുരന്തത്തിൽ നമ്മുടെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും.